നമസ്കാരം. ഇറാനും അമേരിക്കയും ഇസ്രായേലുമുള്ള കമ്പൈൻഡ് ഫോഴ്സും തമ്മിലുള്ള യുദ്ധം അതിതീവ്രമായി തുടരുന്നുണ്ടെങ്കിലും അത് വാർത്താമാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് കുറഞ്ഞു തുടങ്ങി. കാരണം അവിടെ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും സംഭവിക്കുന്നില്ല. അവിടെ ആസ് യൂഷ്വൽ ഇറാൻ ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുക തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഇന്നലെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമേ ഇറാഖിലെ കുർദിഷ് റീജിയനിൽ, ഇറാഖിലൊരു കുർദിഷ് റീജിയനുള്ളത് നമുക്കറിയാം. കുർദിഷ് റീജിയനിൽ ഇന്നലെ മിസൈലുകൾ വീണിട്ടുണ്ട്. കേടുപാടുകൾ ഉണ്ടായിട്ടില്ല, കാരണം അത് നിലത്ത് വീഴുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയുടെ പാട്രിയോട്ട് സിസ്റ്റം അതിനെ തകർത്തിട്ടുണ്ട്. എന്നാലും കുർദിഷ് റീജിയനെ ലക്ഷ്യമാക്കി ഇറാൻ ഇന്നലെ മിസൈലുകൾ അയച്ചിട്ടുണ്ട്. വേറെ ഒരു ശ്രദ്ധേയമായ കാര്യം, കുവൈറ്റുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായി. അപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ എംബസി ആക്രമിക്കുക എന്ന് പറയുമ്പോൾ എന്താ അതിനർത്ഥം? അവർ നേരത്തെ പറഞ്ഞിരുന്നത് ഞങ്ങൾ അറബ് രാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകളെ ആക്രമിക്കുന്നു. അമേരിക്കൻ ബേസുകളെ ആക്രമിക്കുന്നു, പക്ഷേ ഉന്നം തെറ്റി അവിടെ ഇവിടെ പോകുന്നു. ഇതിപ്പം കുവൈറ്റിലുള്ള UAE-യുടെ എംബസി ആക്രമിക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ആക്രമണം തന്നെയാണ്. അതായത് UAE-യുടെ എംബസി എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞ രാജ്യത്തെ പൗരന്മാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യത്തെ ആക്രമിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു എംബസി, ഒരു ഡിപ്ലോമാറ്റിക് ഹൗസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വന്തമായ സാധനമാണ്. ഇപ്പോൾ ഇവിടുത്തെ അമേരിക്കൻ എംബസി, ഡൽഹിയിലുള്ള അമേരിക്കൻ എംബസി എന്ന് പറയുന്നത് അമേരിക്കയുടെ അധീനതയിൽപ്പെടുന്ന സ്ഥലമാണ്. നമ്മളതിനകത്ത് ഒന്നും ചെയ്യാതെ, നമ്മളതിന് എക്സ്റ്റേണൽ സെക്യൂരിറ്റി മാത്രമേ കൊടുക്കുള്ളൂ. അതിനകത്ത് കയറി ഒരു കാര്യവും ഇന്ത്യക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയുടെ അമേരിക്കയിലുള്ള എംബസിയും അതുപോലെ തന്നെയാണ്. അത് ഇന്ത്യ ഒരു സ്വകാര്യ സ്വത്ത് പോലെ കൈകാര്യം ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ കയറി അമേരിക്കർ ഒന്നും ചെയ്യത്തില്ല. അത് ഇന്ത്യക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യം വിട്ടു തന്നൊരു സ്ഥലമാണ്. ആ എംബസിക്കകത്ത് ഒരാളുണ്ടെങ്കിൽ അത് നമ്മളുടെ രാജ്യത്ത് അഭയം പ്രാപിച്ചതുപോലെയാണ് എംബസിക്കകത്തിരിക്കുന്നത്. അതിനകത്തുള്ള ആളെ ആരും ഒന്നും ചെയ്യല. അപ്പം അതുപോലെ കരുതപ്പെടുന്ന ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ എംബസിയെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അത് ആ രാജ്യത്തെ ആക്രമിച്ചതാണ്. ആ രാജ്യത്തെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഞാൻ പറഞ്ഞ രാജ്യം തെറ്റി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഇറാഖിലുള്ള എംബസിയാണ് ആക്രമിക്കപ്പെട്ടത്, കുവൈറ്റിലുള്ളതല്ല. എംബസി ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. സോ ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ എയർബേസുകളെയാണ് എന്നുള്ള വാദത്തിന് യാതൊരു അടിസ്ഥാനമില്ല. അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അറബ് രാജ്യങ്ങളെയാണ്. അറബ് രാജ്യങ്ങളോടുള്ള വിരോധമാണ്. അപ്പോൾ ഇത് അടിസ്ഥാനപരമായിട്ട് ഷിയ സുന്നി വിരോധം തന്നെയാണ്. പണ്ട് മുതൽ ഇങ്ങോട്ട് വരുന്ന ഖലീഫമാരുടെ കാലം മുതൽ തുടർന്നു വരുന്ന അലി എന്ന് പറയുന്ന ഈ ഷിയാക്കളുടെ ഖലീഫയും, അല്ലെങ്കിൽ ഷിയാക്കൾ മുഹമ്മദ് നബിക്ക് ശേഷം മുഹമ്മദ് നബിയുടെ പിൻഗാമിയായി അവർ സ്വീകരിച്ച അലി എന്ന് പറയുന്ന ആളും, നേരെ മറിച്ച് സുന്നികൾ സ്വീകരിച്ച ഖലീഫമാരും, ഉമർ അടക്കമുള്ള ഖലീഫമാരും, അവിടുന്ന് വരുന്ന ഡൈവേർജൻസ്, അവർ തമ്മിൽ ആ ത്രോണിന് വേണ്ടിയുള്ള മത്സരം. ത്രോൺ എന്ന് പറയുന്നത് മക്കയാണ്. ആ ത്രോണിന് വേണ്ടിയുള്ള മത്സരത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോഴും കാണുന്നത്. ഇപ്പോഴിത് പരസ്യമായ രഹസ്യമാണ്. അതായത് സൗദി അറേബ്യയാണ് ഈ യുദ്ധം തുടങ്ങുവാൻ വേണ്ടി അമേരിക്കയെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് എന്നുള്ളത് ഇപ്പോൾ പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ ഇത് സുന്നികളും ഷിയാക്കളും തമ്മിലുള്ള അടിസ്ഥാനപരമായ മത്സരം തന്നെയാണ്. ഇറാൻ ഒരു ന്യൂക്ലിയർ ആയുധം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ആയുധത്തിൻ്റെ ടെക്നോളജി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തങ്ങളെ ആക്രമിച്ച്, സൗദി അറേബ്യയെ ആക്രമിച്ച് ഈ മെക്കയുടെ സ്വാധീനം നേടിയെടുത്തേക്കും എന്ന ഭയത്തിൽ നിന്നാണ് സൗദി അറേബ്യയുടെ രാജാവ് അമേരിക്കയെ കൊണ്ട് ഇറാനെ ആക്രമിക്കാൻ നിർബന്ധിച്ചത് എന്ന് മനസ്സിലാക്കണം. ഇവർ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഒരുപക്ഷേ അവർക്ക് ഇസ്രായേലിനെ കഴിഞ്ഞും കൂടുതൽ അവർ ലക്ഷ്യമാക്കിയിട്ടുള്ളത് സൗദി അറേബ്യ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം മെക്ക പിടിച്ചെടുത്ത് ആ ത്രോണിൽ, അതായത് ഇസ്ലാമിൻ്റെ ത്രോൺ സ്വന്തമാക്കണമെന്നുള്ള ഷിയാക്കളുടെ മോഹമായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ മിക്കവാറും അവരെ കൊണ്ട് ഈ ന്യൂക്ലിയർ ആയുധത്തിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചെന്ന് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതായത് ബേസിക്കലി ഇത് ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള യുദ്ധം തന്നെയാണെന്ന് യുദ്ധം ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ക്ലിയറായി വരികയാണ്. കാരണം ഇറാൻ കൂടുതലും ആക്രമിക്കുന്നത് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരുടെ ആക്രമണത്തിൻ്റെ 60% അവർ ഗൾഫ് റീജിയനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഗൾഫ് റീജിയൻ ആരാണ്? ഗൾഫ് റീജിയൻ
എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ, സുന്നികളായിട്ടുള്ള മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ്. 40% മാത്രമാണ് ഇസ്രായേലിനെ അവർ ടാർഗറ്റ് ചെയ്യുന്നത്. മീൻസ് ജ്യൂസിനോടുള്ള ദേഷ്യത്തെക്കാൾ കൂടുതൽ സുന്നി മുസ്ലിങ്ങളോടാണ് തങ്ങൾക്ക് ദേഷ്യമെന്ന് പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണിത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്, അതിൻ്റെ യുദ്ധമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഷിയാക്കളും സുന്നികളും തമ്മിലുള്ളൊരു യുദ്ധമായി മാറിയിരിക്കുന്നു. ഇതിൽ സുന്നികളുടെ ഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇറാനിൽ കയറി ഇസ്രായേൽ ഇന്നലെ നിരത്തിയത് ബാക്കി നിരത്തിക്കൊണ്ടിരിക്കുന്നു. അവർ അതികഠിനമായ ആക്രമണം, ഇന്നലെ ടെഹ്റാനിൽ അവർ ന്യൂക്ലിയർ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ റിസർച്ച് സെൻ്ററാണ്, അത് സെൻട്രിഫ്യൂജിങ് ടെക്നിക്കൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന, സെൻട്രിഫ്യൂജിൽ അടക്കമുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സെൻ്ററാണ്. അതിനകത്ത് ന്യൂക്ലിയർ മെറ്റീരിയൽസ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും ആ സെൻ്ററിനെ അവർ ആക്രമിച്ചിട്ടുണ്ട്. ടെഹ്റാനിലുള്ളതാണ്. അപ്പം അതിൻ്റെ പേര് ന്യൂക്ലിയർ ലീക്ക് ഉണ്ടാകുമോ എന്ന് ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ആ ന്യൂക്ലിയർ സെൻറ്ററിൽ ടെഹ്റാനിൽ, ഇറാൻ്റെ ക്യാപിറ്റലിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ അവർ ടർക്കിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ അയച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ടർക്കി പാട്രിയോട്ട് മിസൈലുകൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. കാരണം ടർക്കിയിലേക്ക് ഇനിയും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാവും എന്നാണ് മനസ്സിലാവുന്നത്. കാരണം അതും സുന്നി രാജ്യമാണ്. അപ്പം ഈ സുന്നി രാജ്യങ്ങൾക്ക് നേരെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നാളെ ഇത് പാകിസ്ഥാൻ്റെ നേരെ വരുമോ എന്നുള്ളത് പാകിസ്ഥാൻ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഷിയ സുന്നി യുദ്ധത്തിലേക്ക് വളരെ ക്ലിയറായി പോവുകയാണോ എന്നുള്ള സംശയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലൂടെ ഇറാൻ്റെ ഫുട്ബോൾ ടീം, സ്ത്രീകളുടെ ഫുട്ബോൾ ടീം ഓസ്ട്രേലിയയിലെ പര്യടനത്തിലായിരുന്നു. അങ്ങനെ ഓസ്ട്രേലിയയിൽ പര്യടനത്തിലായിരുന്ന ഇറാൻ ഫുട്ബോൾ ടീമിൽ നിന്ന് 5 സ്ത്രീകൾ ഓസ്ട്രേലിയയിൽ അഭയം പ്രാപിച്ചു. ഞങ്ങളുടെ രാജ്യത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോകണ്ട, കാരണം അവരുടെ ആ മതചിട്ടകൾക്കൊത്ത് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് 5 അത്ലറ്റുകൾ ഓസ്ട്രേലിയയിൽ അഭയം പ്രാപിച്ച വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇനി ഹോർമുസ് കടലിടുക്കിൽ അതിന് ട്രാഫിക് നോർമൽ ആക്കും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നൊരു പ്രസ്താവന IRGCയുടെ ഭാഗത്തുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കത്തിച്ചളയും എന്നുള്ള ഒരു പ്രസ്താവന വന്നിരുന്നു. അപ്പം ട്രംപ് പറഞ്ഞു ഹോർമുസ് കടലിടുക്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ അവിടുത്തെ ട്രാഫിക് നോർമലാക്കും. എങ്ങാനും ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ അമേരിക്കയുടെ നേവൽ പ്രസൻസ് വളരെയുണ്ട്, പേർഷ്യൻ ഗൾഫിൽ നേവൽ പ്രസൻസ് ഉണ്ട്, സബ്മറൈൻസ് അടക്കമുള്ള നേവൽ പ്രസൻസ് ഉണ്ട്. കൃത്യമായി പറഞ്ഞിരിക്കുന്നു, സബ്മറൈൻസ് അടക്കമുള്ള നേവൽ പ്രസൻസ് ഹോർമുസിലുണ്ട്, ഹോർമുസിൻ്റെ പരിസരങ്ങളിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ നേവൽ പ്രസൻസിന് നേരെ ആക്രമണം ഉണ്ടായാൽ, അതുപോലെ ഹോർമുസിലേക്ക് കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ 20 ടൈംസ് ഹാർഡറായിട്ട് ഹിറ്റ് ചെയ്യും. ഇപ്പോൾ ഹിറ്റ് ചെയ്യുന്ന എന്താണോ അതിൻ്റെ 20 ടൈംസ് ഇറാൻ ബാക്കി ഉണ്ടാവുകയില്ല എന്നാണ് ട്രംപ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുക. ദെൻ IRGCയുടെ പുതിയ ക്ലെയിം അനുസരിച്ച് അവരുടെ മുഴുവൻ മിസൈൽ ശേഖരമൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ട്രംപിൻ്റെ ഒരു സ്വപ്നം മാത്രമാണ്. ഞങ്ങളുടെ കയ്യിൽ ഇനിയും വളരെ പവർഫുള്ളായിട്ടുള്ള ചില സാധനങ്ങൾ ബാക്കിയുണ്ട്. എന്തായാലും ഇന്നലെ ഇസ്രായേലിൻ്റെ ആകാശത്ത് 2 ബാലിസ്റ്റിക് മിസൈലുകൾ എത്തിക്കുന്നതിൽ ഇറാൻ വിജയിച്ചിട്ടുണ്ട്. അത് ഡിസ്ട്രോയ് ചെയ്യുന്നതിനിടയിൽ കൂടെ അതിൻ്റെ പാർട്സ് തകർന്നു വീണ് ഇസ്രായേൽ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഏകദേശം 191 ആളുകൾക്കാണ് ഈ പാട്രിയോട്ട് മിസൈലുകളുടെ പീസുകൾ വീണ്ട് പരിക്ക് പറ്റിയത്. ഒരാളുടെ ഇഞ്ചുറി ഗൗരവതരമാണെന്ന് പറയുന്നു. ആരും മരിച്ചിട്ടില്ല. പക്ഷേ ഇത് ജനവാസം ടെലവീവിലെ വളരെ അധികം ആളുകൾ ഉള്ള ഏരിയയിലായതുകൊണ്ട് അതിൻ്റെ ഡെബ്രി എന്ന് പറഞ്ഞാൽ ഈ മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തകർന്ന് താഴോട്ട് വീഴുന്ന പീസുകൾ, ആ പീസുകൾ പതിച്ച് ഒരുപാടധികം ആളുകൾക്ക് മുറിവ് പറ്റിയതായിട്ട് വാർത്തകൾ പുറത്തുണ്ട്. അപ്പം 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്നലെ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുവാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. അത് ആകാശത്ത് വെച്ച് തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇവർ പറയുന്നു ഞങ്ങൾക്ക് ഇനിയും മിസൈൽ കപ്പാസിറ്റി ഉണ്ട്, 1 ടൺ വരെ ആയുധങ്ങൾ വഹിക്കാനുള്ള മിസൈൽ ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇന്നലെ മിസൈലുകളെക്കുറിച്ച് സാന്ദർഭികമായി സൂചിപ്പിച്ചിരുന്നു. ഇറാൻ്റെ മിസൈലുകളുടെ ശേഷി എന്ന് പറയുന്നത് 500 മുതൽ 1700 കിലോ വരെ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഇറാൻ്റെ കയ്യിലുണ്ട് എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഇപ്പോൾ ഇവർ പറയുന്ന 1 ടൺ വരെ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഇനിയും ബാക്കിയുണ്ട് എന്നാണ് അവരുടെ അവകാശവാദം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം വിചാരിക്കാൻ. അതിനിടയിലുള്ള ഉത്തര കൊറിയ ഒരൊറ്റ മിസൈൽ കൊണ്ട് അമേരിക്കയെ തകർക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗീർവാണങ്ങൾ മുഴക്കിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് ഉത്തര കൊറിയയും റഷ്യയും ഈ യുദ്ധത്തിൽ പങ്കുചേരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. ഉത്തര കൊറിയയൊക്കെ വെറും കടലാസ് ബലൂണാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഉത്തര കൊറിയ അതിൻ്റെ പ്രസിഡന്റ് പറയുന്നത് പോലത്തെ ഒരു വലിയ സൂപ്പർ പവറൊന്നുമല്ല. ഇറ്റ്സ് എ സ്മോൾ കൺട്രി ആഫ്റ്റർ ഓൾ.
അവർക്ക് ന്യൂക്ലിയർ പവർ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അവരുടെ 50 ന്യൂക്ലിയർ വാർ ഹെഡുകളുണ്ട് എന്നാണ് വെപ്പ്. ഇപ്പം ന്യൂക്ലിയർ വാർ ഹെഡുകൾ ഉള്ള രാജ്യങ്ങൾ നിശ്ചയമായും അപകടകാരികളാണ്. ന്യൂക്ലിയർ യുദ്ധം എന്ന് പറയുന്നത് അപകടകരമാണ്. അപ്പോൾ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി ഉള്ള സംവിധാനങ്ങളും മറ്റ് രാജ്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ന്യൂക്ലിയർ ആയുധങ്ങൾ ആരും ഉപയോഗിക്കുകയില്ല. കാരണം ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ തിരിച്ച് പണി കിട്ടും എന്നുള്ളത് 110% ഗ്യാരണ്ടിയാണ്. ഒരുവൻ ന്യൂക്ലിയർ ആയുധം പുറത്തെടുത്താൽ തിരിച്ച് നിശ്ചയമായിട്ട് അവൻ്റെ തലയിൽ ന്യൂക്ലിയർ ആയുധം വീഴും. നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് നശിപ്പിക്കാൻ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ള ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ന്യൂക്ലിയർ പവർ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുപയോഗിച്ച രാജ്യം പൂർണ്ണമായും നശിച്ചു പോയാലും ഏത് രാജ്യത്ത് നിന്നാണോ ഈ ന്യൂക്ലിയർ ആയുധവും വഹിച്ചുകൊണ്ട് മിസൈല് ഈ വീണ രാജ്യത്തേക്ക് എത്തിയത് എന്ന് ഡിറ്റക്റ്റ് ചെയ്ത് ആ രാജ്യത്ത് തിരിച്ച് ന്യൂക്ലിയർ ആയുധങ്ങൾ പ്രയോഗിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയുള്ള രാജ്യങ്ങളും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ഒരു ന്യൂക്ലിയർ മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യയെ തകർത്ത് കളഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർ മരിച്ചു പോയാലും ആ മിസൈൽ വന്ന ട്രാക്ക് ഡിറ്റക്ട് ചെയ്ത് ആ വന്ന സ്ഥലത്ത് പോയിട്ട് മിസൈൽ പതിക്കാനുള്ള ടെക്നോളജി ന്യൂക്ലിയർ വാർ ഹെഡുകൾ റെഡിയാക്കി ഇന്ത്യയിൽ വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ സബ്മറൈൻസിൽ കടലിലുള്ള സബ്മറൈൻസിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ത്യ വെച്ചാൽ സബ്മറൈൻസ് പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു രാജ്യവും ന്യൂക്ലിയർ വാർ ഹെഡ് എടുത്ത് കളിക്കൂല. കളിച്ചു കഴിഞ്ഞാൽ അവൻ ബാക്കിയില്ല, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റവനെ കൊന്നിട്ട് സ്വയം ചാവാൻ ഒരു മനുഷ്യനും നിൽക്കില്ല, ബുദ്ധിയുള്ള ഒരാൾ നിൽക്കില്ല, അത് കിമ്പും നിൽക്കില്ല. കാരണം അയാൾ നല്ലതുപോലെ ജീവിക്കാൻ ആഗ്രഹമുള്ള ആളാണെന്ന് അയാളുടെ എല്ലാ പെരുമാറ്റത്തിനും കാണിച്ചിട്ടുണ്ട്. ഇപ്പം അയാൾ വല്ലാതെ ബഹളം കൂട്ടുന്നതിന് കാരണം അമേരിക്കയും സൗത്ത് കൊറിയയും ചേർന്നിട്ടുള്ളൊരു സൈനിക അഭ്യാസം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനകത്ത് ഏകദേശം 18,000 ഭടന്മാരെ ഇൻവോൾവ് ചെയ്യുന്നൊരു സംഗതിയാണ്. അവിടെ അവരുടെ നേവൽ പവറും അതുപോലെ സ്കൈയിലുള്ള പവറുമാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അത് നോർത്ത് കൊറിയയ്ക്ക് വലിയ ചൊറിച്ചിലുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ അയൽവക്കത്ത് വന്ന് ഞങ്ങളുടെ ശത്രുക്കൾ മസിൽ പിടിച്ച് കാണിക്കുന്നു, അത് ഞങ്ങൾ അനുവദിക്കുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും. ഇങ്ങനെയുള്ള ചില വാഗ്ധോരണികളാണ് നോർത്ത് കൊറിയയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഞങ്ങൾ ഇറാനല്ല എന്ന് ഓർക്കണം. ഇവർക്ക് നോർത്ത് കൊറിയ ആക്രമിക്കാനൊന്നും തീർച്ചയായിട്ടും യാതൊരു ഉദ്ദേശവും ഉണ്ടാവാൻ സാധ്യതയില്ല. സൗത്ത് കൊറിയ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് രാജ്യമാണ്. സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും തമ്മിൽ ദീർഘകാലം യുദ്ധം ചെയ്ത് നമുക്കറിയാം. ആ യുദ്ധം ഒരിക്കലും തീർന്നതായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോഴും ഈ രാജ്യങ്ങൾ യുദ്ധത്തിലാണെന്നാണ് വെപ്പ്, പക്ഷേ ആക്റ്റീവ് വാർ നടക്കുന്നില്ല. അപ്പം അവർ തമ്മിലുള്ളൊരു വൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ടൊരു പ്രസ്താവന മാത്രമാണ്. അല്ലാണ്ട് ഇറാൻ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളതല്ല ഇതിനകത്തെ ലക്ഷ്യം. അല്ലെങ്കിലും നോർത്ത് കൊറിയ ഇറാൻ യുദ്ധത്തിലൊന്നും പങ്കെടുക്കാൻ യാതൊരു സാധ്യതയില്ല. ഇനി റഷ്യയുടെ കാര്യമാണ്. റഷ്യയെ സംബന്ധിച്ച് ഈ ഇറാൻ അമേരിക്ക യുദ്ധം തീരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരിപ്പം അവരുടെ ഫ്യൂവൽ ഇഷ്ടംപോലെ വിറ്റുകൊണ്ടിരിക്കുകയാണ്, പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ യുദ്ധം, ഈ ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം എത്ര നീളുന്നോ അത് റഷ്യയെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. ചിലപ്പോൾ അതുകൊണ്ട് അവർ അടിയിൽ കൂടെ ആയുധം കൊടുത്ത് സഹായിച്ചേക്കും. പക്ഷേ ഒരിക്കലും അവർ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ നിൽക്കില്ല. കാരണം ഇൻവോൾവ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അമേരിക്ക റഷ്യൻ ഓയിലിന് ഉപരോധം പ്രഖ്യാപിക്കും. അതോടെ അവരുടെ കച്ചവടം നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടിക്ക് അവർ നിൽക്കുകയില്ല. ഇപ്പോൾ അമേരിക്ക താൽക്കാലികമായിട്ട് റഷ്യൻ ഓയിലിനുള്ള ഉപരോധം പിൻവലിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് ഓയിൽ വിറ്റ് ജീവിക്കാം. അപ്പോൾ അവരുടെ രാജ്യത്തെ ഓയിൽ ധാരാളമായിട്ട് അവർക്ക് വിൽക്കാം. മാർക്കറ്റ് പ്രൈസിൽ ഉള്ള വ്യത്യാസങ്ങൾ അത്തരം കരാറുള്ള രാജ്യങ്ങളുമായി അവർക്ക് നടത്താം. ഇന്ത്യയുമായി അവർക്ക് ഓൾറെഡി കരാറുള്ളതുകൊണ്ട് പ്രൈസിൽ വേരിയേഷൻ വരുത്താൻ പറ്റില്ല. പക്ഷേ മറ്റ് രാജ്യങ്ങൾ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ഓയിൽ ആവശ്യപ്പെട്ട് വരും, പ്രത്യേകിച്ചും ചൈന വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിശ്ചയമായിട്ടും അവർക്ക് ഓയിൽ വിറ്റ് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ യുദ്ധം തീരാതെ കുറേ കൂടെ നീട്ടിക്കൊണ്ടു പോകാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് റഷ്യ അന്വേഷിക്കുമെന്നല്ലാതെ ഈ യുദ്ധത്തിൽ ഒരു കാരണവശാലും റഷ്യ തലവെച്ച് കൊടുക്കുകയില്ല. അല്ലെങ്കിലും ഉക്രൈൻ വിഷയം അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു പ്രാഥമിക പാഠം മാത്രമാണ്. അപ്പോൾ ഇവരാരും ഇതിനകത്ത് നേരിട്ട് ഇടപെടാൻ പോകുന്നില്ല. ഇപ്പോൾ ചൈനീസ് ഷിപ്പ് ഇന്നലെ അമേരിക്കൻ ഷിപ്പുള്ള കടലിൽ തന്നെ, ഇന്ത്യൻ ഓഷ്യനിലെ അമേരിക്കൻ ഷിപ്പുള്ള ഭാഗത്ത് തന്നെ ചൈനയുടെ വലിയ ഒരു സ്പൈ ഷിപ്പുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പം ചൈനീസ് ഷിപ്പാണോ ഇറാന് ഈ അമേരിക്കൻ ഷിപ്പുകളുടെ ലൊക്കേഷനെ കുറിച്ച് വിവരം കൊടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് സംശയങ്ങളുണ്ട്. പക്ഷേ അമേരിക്ക ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആര് വേണേലും വിവരം കൊടുത്തോട്ടെ, അമേരിക്കൻ ഷിപ്പ് എവിടെയുണ്ടെന്ന് ഇറാനോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങളുടെ പൊസിഷൻ അറിഞ്ഞാലും അവർക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അമേരിക്ക അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള മറുപടി എന്ന് മനസ്സിലാക്കണം. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു യുദ്ധ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. യുദ്ധം വളരെ ഹാർഡായിട്ട് നടക്കുന്നുണ്ട്. ഇന്നലെ നടന്നതിനേക്കാൾ ശക്തിയായി ഇറാനിൽ നിന്ന് ആക്രമണം നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വാർത്താ പ്രാധാന്യം ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞു വരികയാണ്. കാരണം ആളുകൾക്കറിയാം
ഇത് അധികം ദിവസത്തേക്ക് നീണ്ടുപോകുകയാണെന്നും ഈ ഇറാൻ ഇന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാനിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാൾ എത്രയോ വേഗം ഇറാൻ മിലിറ്ററിയെ ഞങ്ങൾക്ക് ഒതുക്കാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ വിചാരിച്ച ഒരു ഫയർ പവർ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചതുപോലത്തെ ഒരു പ്രതിരോധം അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. പ്രതീക്ഷിക്കാതെ അവരുടെ ഭാഗത്തുണ്ടായത് ഗൾഫ് രാജ്യങ്ങളുടെ നേരെ അവർ സഹോദര രാജ്യങ്ങളുടെ നേരെ ഇത്തരത്തിൽ ആക്രമിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. അത് സംഭവിച്ചു വന്നേ ഉള്ളൂ. വേറെ അവർ ഇസ്രായേലിൻ്റെ നേരെ വരുമെന്ന് ഞങ്ങൾ വിചാരിച്ച ആക്രമണത്തിൻ്റെ 10 പോലും വന്നില്ല. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ മിലിറ്ററി ഓൾമോസ്റ്റ് തീർന്നിരിക്കുന്നു. അവരുടെ മിലിറ്ററി പവർ തീർന്നിരിക്കുന്നു. മിസൈൽ പവർ ഭൂരിഭാഗവും കഴിഞ്ഞിരിക്കുന്നു. ഡ്രോൺ അയക്കാനുള്ള കപ്പാസിറ്റി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചിടത്തോളം ജോലി അവിടെ ചെയ്തു തീർത്തിട്ടില്ല. അത് തീരുന്നത് വരെ യുദ്ധം നീളും. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിന് കഴിഞ്ഞ് എത്രയോ മുൻപിലാണ് യുദ്ധം പോകുന്നത് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞിട്ടുള്ള അസസ്മെൻറ്റ്.